എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മീനാക്ഷി തന്റെ സങ്കടങ്ങളൊക്കെ ആകാശിനോട് പറയുകയാണ്. കാരണം തനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഈ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് ചേർത്ത് പിടിച്ചു. അല്ലായിരുന്നെങ്കിൽ തനിക്ക് ആ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കില്ലായിരുന്നൊക്കെ ഇത് പുറത്തുനിന്ന് ഗോമതി കേട്ടു. ഗോമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത്. ആ സമയം ആകാശ് പറഞ്ഞു, അതെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഈ ഷർട്ട് ഗിഫ്റ്റായി വാങ്ങിച്ചുകൊണ്ട് തന്നപ്പം. എനിക്കറിയാം നീ ഈ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാ ഞങ്ങളെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ ഈ കുടുംബത്തിൽ ഇതിനു മുമ്പ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മീനു. ആ സമയത്തൊക്കെ നീയാണ് മുൻകൈ എടുത്ത ആ പ്രശ്നത്തെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. അപ്പൊ നിന്നോട് ആ സ്നേഹം ഞങ്ങൾക്കും തിരിച്ചു വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, എന്നാലും ആകാശിനെ അറിയാലോ. കാരണം സ്വന്തം കുടുംബത്തിലുള്ള അതിന്റെ അച്ഛനും അമ്മയും പോലെ എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച് ഇറക്കി വിട്ടാ ആ സമയത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരിക്കലും എനിക്കിങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു ഈ കുടുംബത്തിലുള്ളവർ എന്നെ ചേർത്ത് പിടിക്കുമെന്ന്. പക്ഷെ ഇപ്പോഴ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുക. എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മേനേക്കാൾ കൂടുതലായിട്ടാ ഇവിടുത്തെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം എല്ലാവരും എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയനും. എനിക്കൊരിക്കലും വീണ്ടും ഇതേ സ്ഥിതിയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ലായിരുന്നൊക്കെ പറയാം. ഇത് കേട്ടോണ്ടിരുന്ന ഗോമതിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം തങ്ങൾ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്ത്, കാരണം അവളുടെ മനസ്സിന് അത്രമാത്രം സന്തോഷമായിട്ടുണ്ട്. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളെ ചേർത്ത് പിടിച്ചേ. അങ്ങനെ ഗോമതി നേരെ മുറിയിലേക്ക് വരികയാണ്. ആ സമയം ബാലൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഗോമതിയുടെ ചെന്ത് പറ്റി, നിന്റെ മുഖത്തെന്താ പതിവില്ലാത്തൊരു സന്തോഷം ചോദിക്കേ. ഞാൻ മീനാക്ഷിയെ കുറിച്ച് ഓർത്താന്ന് പറയാം. എന്ത് അല്ല, മീനാക്ഷി ഇപ്പൊ ആകാശിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. പിന്നീട് അവിടെ കേട്ട കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. കാരണം മീനാക്ഷിയെ നമ്മളിപ്പം മരുമോളായിട്ടല്ലോ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയല്ലേ നമ്മൾ കാണുന്നേ. അതുപോലെയല്ലേ മീനാക്ഷി നമ്മളോടും പെരുമാറുന്ന ചോദിക്കുക. ഗോമതി പറഞ്ഞു, അത് ശരിയാ. ഇനി അതുപോലെയുള്ളൊരു മരുമോൾ ഈ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു പറയാം. ഇനി വരാൻ പോകുന്ന എങ്ങനെയാന്ന് അറിയില്ല. വന്ന രണ്ടുപേരും നല്ലതാ. അത് കേട്ടൻ ബാലൻ പറഞ്ഞു, അതെന്താ ഞാൻ ആലോചിച്ച് കൊണ്ടിരുന്നോണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ? അതല്ല ബാലേട്ടാ, ഞാൻ ഒന്നും പേടിക്കണ്ട. ഉദയഭാനുസാറിന്റെ മോളല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കുടുംബത്തിന് ചേരുന്ന ബന്ധമായിരിക്കും അവരുടെ. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? പോരാത്തന് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചു കൊണ്ടിരുന്ന ബന്ധമാ, അല്ലാതെ ഒളിച്ചോടി പോയി വിളിച്ചോണ്ട് വരുന്നൊന്നും അല്ലെന്ന് പറയാണ്. കേട്ടൻ മീനാക്ഷി പറഞ്ഞു, അല്ല ഒളിച്ചോടി പോയതാണെങ്കിലും ആലോചിച്ചുറപ്പിച്ചാണെങ്കിലും വന്ന രണ്ട് മരുമക്കൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളെന്ന് പറയാം. എന്താളും ഇതൊട്ടും മോശമാകാൻ പോകുന്നില്ല. എന്നാലും ഗംഭീരമായിട്ട് വേണം തന്നെ നടത്താനായിട്ട്. ഉദയഭാനു സാറിന്റെ സ്വഭാവം നമ്മൾ കണ്ടല്ലേ. അപ്പൊ എന്താണ് ആ സ്വഭാവം തന്നെയായിരിക്കും മോൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് നിനക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. ഈ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയായിരിക്കും എന്ന് പറയാം. കോമതിക്ക് ഉള്ളിൽ സങ്കടമുണ്ട്. ഇനി വന്നു ചേരുന്ന മരുമോളും കൂടെ ആ ഒരു സ്വഭാവക്കാരി അല്ലെങ്കിൽ ഈ കുടുംബത്തിന് താളം തന്നെ തെറ്റുമെന്നറിയാം. ഇതുവരെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോയത്. പക്ഷെ ഇനി മുന്നോട്ടുള്ള അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല. ആ സമയം മിത്ര ആര്യനോട് പറഞ്ഞു, അല്ല ആര്യ, തിങ്കളാഴ്ച അവര് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളും കൂടെ പോകണ്ടേന്ന് ചോദിക്കുക. ഒന്നുമില്ലേലും അമ്മയൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആരും ചോദിച്ചു, എന്താ നിനക്ക് പോണോന്നുണ്ടോന്ന് ചോദിക്കുക. അതല്ല ആര്യ, എന്തൊക്കെ പറഞ്ഞാലും ആനന്ദേട്ടൻ ആന്റെ ചേട്ടനല്ലേ, അപ്പൊ പോണ്ടൊരു മര്യാദ നമുക്കില്ലേന്ന് ചോദിക്കും. അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി. എന്നിട്ട് വേണം ഇനിയിപ്പോ അവിടെ എന്തേലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്റെ തലയിലേക്കായിരിക്കും കുറ്റം വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ വീട്ടിൽ എന്ത് കഷ്ടകാലം വന്നാലും അതെല്ലാം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാറുള്ളത്. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് അതും കൂടെ എനിക്ക് വയ്യാന്ന് പറയണം. എന്തായാലും ഇങ്ങനെയൊക്കെ പറയണേ. എനിക്കറിയാം ആരിൻ്റെ മനസ്സ്. ആരും പോകുന്നില്ല എന്ന് പറഞ്ഞാലും ആരിൻ്റെ മനസ്സ് മുഴുവൻ അന്നത്തെ ദിവസം അവിടെ ആയിരിക്കും എന്ന് എനിക്കറിയാന്ന് പറയാം. വെറുതെ വാശി പിടിക്കണ്ട, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഞാൻ അങ്ങനെ പോകാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. സത്യമായിട്ടാണോ പറയണെന്ന് നിൽക്കും. ഞാനിതിനെ കള്ളം പറയണേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം. ആനന്ദന്റെ വിവാഹം ആട്ടെ, വിവാഹമൊക്കെ ഉറപ്പിച്ചെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ സമയത്ത് പോയാൽ മതി. ഇനിയിപ്പം നമ്മൾ എന്തിനാ വെറുതെ ചെന്ന് അവരുടെ വായിരിക്കുന്ന പഴി കേൾക്കണമെന്ന് ചോദിക്കണം. ഇത് കിടന്ന് ഇത്രയ്ക്ക് മനസ്സിലായി. ആൻ്റെ ഉള്ളിൽ പോണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഈഗോ അങ്ങ് സമ്മതിക്കുന്നില്ല. താനങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അച്ഛനത് ഇഷ്ടപ്പെടുവോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ആൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ടെന്ന് മിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് ബാലൻ പിറ്റേ ദിവസം പതിവിലും ബിരുദ കുറച്ച് നേരത്തെയാണ് കടയിലേക്ക് ചെല്ലുന്നത്. ഈ സമയം രാമേട്ടൻ ചോദിച്ചു, ഇതെന്താ ബാല കുറച്ച് നേരത്തെ? അത് പിന്നെ ഇനിയിപ്പം കുറച്ച് നേരത്തെ വന്നാൽ കുഴപ്പമൊന്നുമില്ല രാമേട്ട. ഇനിയിപ്പോൾ കല്യാണത്തിന് തിരക്കുകളൊക്കെ വരാൻ പോകല്ലേ. ആ സമയത്ത് പിന്നെ കുറച്ച് ദിവസം ലീവൊക്കെ എടുക്കണ്ടെന്ന് ചോദിക്കണം. ഇത് കേട്ടൻ രാമേട്ടൻ പറഞ്ഞു, ആഹാ, അപ്പൊ കല്യാണമൊക്കെ തീരുമാനിച്ചുറപ്പിച്ചോന്ന് ചോദിക്കും. അതെന്താണെങ്കിലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ രാമേട്ട. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ലോന്ന് പറയണം.
അല്ല ആനന്ദിന് പെൺകുട്ടീനെ ഇഷ്ടപ്പെടണ്ടേ, അത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. നാളെയാണ് എന്താണെങ്കിലും കാണാനായിട്ട് പോകുന്നേ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉദയഭാനു സാറിന്റെ മോളല്ലേ. ഞാൻ എല്ലാരും കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ആലോചിച്ചുറപ്പിച്ചൊരു കല്യാണം നടത്തുന്നതെന്ന്. ഇത് കേട്ടൻ രാമേട്ടൻ പറഞ്ഞു, അതെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പറയണ്ട. കാരണം കുടുംബത്തിലേക്ക് കയറി വന്ന രണ്ട് മരുമക്കളും നല്ലതല്ലേ ബാല, പിന്നെന്താ കുഴപ്പമെന്ന് വെക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷേങ്കില് അവരാ ആരിനുണ്ടല്ലോ അവനൊക്കെ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ആലോചിച്ചുറപ്പിച്ച് ഒരു ബന്ധം നടത്തുന്നതെന്നുള്ള കാര്യം. ഇത് കേട്ടൻ രാമേട്ടൻ പറഞ്ഞു, അതെ അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. എന്താ അല്ല എന്നും പറഞ്ഞോണ്ട് നമ്മള് ആരിനെ അങ്ങനെ താഴ്ത്തി കെട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അവനും ബാലന്റെ മോൻ തന്നെയല്ലേ. അല്ല ആരിനോട് പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാം. ഞാൻ പറയാനൊന്നും പോയില്ല, ഗോമതിയും ബാക്കി എല്ലാരും പോയിട്ടുണ്ടായിരുന്നു. അതെന്താ പരിപാടിയാ ബാലൻ നീ കാണിച്ചേ? അവനോട് പറയേണ്ട മര്യാദ ഇല്ലാന്ന് ചോദിക്കും. ഞാൻ എന്തിനാ രാമേട്ട പറയുന്ന അവനോട്? അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ. അവൻ വേണേ വന്നോളും, അവര് പോയി വിളിച്ചിട്ടുണ്ടെന്ന് പറയാം. അതല്ല ബാല എന്റെ ശരി, നീ പറയേണ്ട കാര്യം നീ തന്നെ പറയണ്ടേന്ന് ചോദിക്കാം. വാശിയും വരിയായും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്കറിയാം ബാല നിന്റെ മനസ്സെന്താന്ന്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണേ. നീ ഇപ്പൊ ഈ പുറമെ ഇങ്ങനെ ദേഷ്യം കാണിച്ചാലും ആരിനോട് നിന്റെ ഉള്ളിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. നാളെ നീ ഇതോർത്ത് നീ സങ്കടപ്പെടുമെന്ന് പറയാണ്. ബാലൻ പറഞ്ഞേ, അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും എനിക്ക് ഉണ്ടാകത്തില്ല. ഇപ്പൊ ഞാൻ എന്താളും നല്ല സന്തോഷത്തിലാ. കാരണം ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുള്ളൂ, അന്നത്തെ ദിവസം തന്നെ എന്തായാലും ആനന്ദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എത്രയും പെട്ടെന്ന് ആ കല്യാണം ഒന്ന് നടക്കണം. ആ കല്യാണം നടന്നു കഴിഞ്ഞ ശേഷം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, കാരണം അത്രമാത്രം വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയണം. അതൊക്കെ നടക്കും ബാല, നീ സന്തോഷമായിട്ടിരിക്കുക. ഉടനെ കല്യാണം എന്തായാലും നടക്കും എന്ന് പറയാം. ഇനിയിപ്പം പെണ്ണും ചെറുക്കനും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം താമസിക്കാതെ വിവാഹം നടക്കൂല്ലോ എന്ന് പറയാണ്. ബാലമണി അത് ശരിയാ, ഉടനെ നടത്താന്ന് ഉദയഭാനു സാറ് പറഞ്ഞെന്നും പറയാം. എങ്ങനെ പിറ്റേ ദിവസം പെണ്ണ് കാണാൻ പോകേണ്ട ദിവസമാണ്. അപ്പൊ തലേദിവസം തന്നെ ബാലൻ എല്ലാവരോടും പറഞ്ഞു, അതെ നാളെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ചിന്ത എല്ലാവർക്കും വേണം. നേരത്തെ തന്നെ എല്ലാവരും എഴുന്നേക്കണം. പിന്നീട് അനുസരിയോട് പറഞ്ഞു, അതെ നിന്നോടും കൂടെ പറഞ്ഞേ, കൃത്യസമയത്ത് തന്നെ നമ്മൾ ചെല്ലണം. നമ്മൾ ഒരു കാരണവശാൽ ആരെയും മുഷിപ്പിക്കാനൊന്നും പാടില്ലെന്ന് പറയാണ്. ശരിയെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും പോയി കിടന്നു. അപ്പം ബാലൻ കിടന്നിട്ട് ബാലന് ഉറക്കം വരുന്നില്ല. അപ്പം ഗോമതി എന്താ ബാലേട്ടൻ എന്താ ഉറങ്ങാത്തെന്ന് ചോദിക്കുക. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു ഗോമതി എന്ന് പറയും. എന്ത് കാര്യം? അല്ല നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഇവിടെ ആദ്യം ആനന്ദിന്റെ കല്യാണം നടത്തണം, പിന്നീട് ആകാശിന്റെ അതിന്റെ എല്ലാവരുടെയും പന്തലൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ട് നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നല്ലേ. പക്ഷെങ്കില് രണ്ട് കല്യാണം നടത്താൻ പറ്റില്ല, ഒളിച്ചോട്ട് കല്യാണമായിരുന്നു. മൂന്നാമത് ഒത്തിരി ആഗ്രഹിച്ചു മോഹിച്ചൊരു കല്യാണം നടത്താൻ പോവാ. അപ്പൊ അതിന്റെ ഒരു ത്രില്ലാണ് ഞാനെന്ന് പറയും. ബാലേട്ടാ ഈ ഉറക്കളച്ച് ഇങ്ങനെ സ്വപ്നം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എന്താണല്ലോ നടക്കാൻ പോകുന്ന കല്യാണം. എന്നാലും അതല്ലല്ലോ ഗോമതി, ഞാൻ ഇത്രമാത്രം ആശിച്ചിരുന്നിട്ടെ ഞാൻ എന്റെ സ്വന്തം ഇതിൽ നടത്തുന്ന കല്യാണമല്ലേ. പോരാത്തനാണെങ്കിൽ ആനന്ദിന്റെ സ്വഭാവം അറിയാലോ. അവനാണെങ്കിൽ ഈ കല്യാണത്തോട് താല്പര്യം എത്ത മട്ട. അത് ഓർക്കുമ്പോ ഒരു വിഷമം ഉണ്ടെന്ന് പറയാണ്. കോമതി പറഞ്ഞു, ആ നോർത്ത് ബാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, പെൺകുട്ടിനെ കണ്ടു കഴിയുമ്പത്തിന് അവന്റെ മനസ്സൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയാണ്. ബാലേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിയുമ്പോഴത്തേനും അന്നാണ് അങ്ങനെ എല്ലാവരും കൂടെ കാണാനായിട്ട് പോകുന്ന പെൺകുട്ടീനെ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും റെഡിയാകുവാണ്. റെഡിയും ബാലൻ പറഞ്ഞു, ഇതുവരെയായിട്ട് റെഡിയായി ഇറങ്ങാറായില്ല എന്ന് ചോദിക്കണം. അങ്ങനെ അങ്ങോട്ടേക്ക് ആനന്ദ് വരുവാണ്. ആനന്ദിനെ കണ്ട് ബാലനൊന്ന് നോക്കി, എടാ ഇങ്ങനെയൊക്കെയാണോ മുടി ചെയ്യി വെക്കുന്നത്? നന്നായിട്ടൊന്ന് വൃത്തിക്ക് ഇങ്ങ് ചെയ്യി വെക്കാൻ വരെ നിൽക്കും. അച്ഛൻ ഞാനെന്ന് ഇങ്ങനെ തന്നെയാ. പിന്നെ ബാലൻ പറഞ്ഞു, അതെ ഇന്ന് അവർക്ക് ഒറ്റ നോടെ തന്നെ കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടണം, അതറിയാവുന്ന ചോദിക്കാം. അത് പിന്നെ അച്ഛൻ എൻ്റെ ഉള്ള മുഖമല്ല കാണിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടത് ധർമ്മം ചിരിച്ചോണ്ട് അങ്ങോട്ട് വന്നു. ആഹാ അളിയൻ രാവിലെ തന്നെ എന്നാ മകന്റെ മുഖം മാറ്റാൻ നോക്കുവാണെന്നൊക്കെ ഞങ്ങൾ ചോദിക്കുവാണ്. പിന്നീട് ബാലൻ പറഞ്ഞതേ ഇനിയിപ്പോ സമയമില്ല, എല്ലാവരും നേരത്തെ ഇറങ്ങാൻ നോക്കാൻ പറയണം. അങ്ങനെ എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ബാലൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ എല്ലാരും കൂടെ പോകുന്ന കാഴ്ച അപ്പുറത്ത് നിന്ന് അലോ കാണുന്നുണ്ടായിരുന്നു. അലോ കൊടുത്ത് രാവിലെ എല്ലാരും കൂടി ഇത് എങ്ങോട്ടാ പോണേ? പിന്നീട് അകത്തേക്ക് വന്നിട്ട് അച്ഛനോട്, അച്ഛാ രാവിലെ അവരെല്ലാരും കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് പറയണം. അവര് വല്ലയിടത്തും വല്ല ക്ഷേത്രത്തിലോ മറ്റോ പോയതായിരിക്കും. പക്ഷെ ഇങ്ങനെ എല്ലാരും കൂടി പോയിട്ടില്ലോ. ഇതെന്തോ വേറെന്തോ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോ വേറെ വല്ല എന്താണോ ആ ആനന്ദിന്റെ കല്യാണക്കാരും എന്തായാലും ആണോ, ഇനിയിപ്പോ കല്യാണം ഉറപ്പിക്കാനോ മറ്റോ പോയതാണോ സംശയം ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കാൻ പോകുന്നില്ലടാ, ഉറപ്പായിട്ടും കല്യാണം നടക്കില്ല. ആ കല്യാണം എങ്ങനെ മുടക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് അച്യുതൻ പറയണം. ഇതിപ്പോ അലോ പറഞ്ഞ അത് മുടക്കണം അച്ഛാ, ഒരു കാരണവശാൽ ആ വിവാഹം നടക്കരുത്. അങ്ങനെ എന്തേലും ആണെങ്കിൽ, കാരണം ഇവിടെ ഒരു വിവാഹ പന്തൽ ഉയരാതെ ഒരു കാരണവശാലും അവിടെ ഒരു പന്തൽ ഉയരാൻ പാടില്ലെന്ന് പറയണം. അതൊക്കെ പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോടെ മോനെ, എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. ആ സമയം ബാലനും എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. ചെന്നിഞ്ഞ് ഉദയഭാനുവും ഭാര്യ മകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആനന്ദനാണ് വല്ലാത്തൊരു ടെൻഷനാ. വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നല്ലേ. ആനന്ദ് പറഞ്ഞു ഞാൻ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് നേരെ
പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങിപ്പോണേ. ദൈവമേ, എന്ത് വേണം ഞാൻ ചെയ്തു എന്നുള്ള, എനിക്ക് കല്യാണം വേണ്ട. ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാന്ന് അറിയത്തില്ല. ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടല്ലേ എന്നൊക്കെ മനോരുകിയെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ മതിയുടെ ആനന്ദെ പ്രാർത്ഥിച്ചേ, നീ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നടക്കേണ്ട കല്യാണം അവിടെ നടക്കുമെന്ന് പറയാണ്. പോരാത്തതിന് അളിയനാണ് ഭയങ്കര സന്തോഷത്തിൽ, അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥന നിർത്തി ഇങ്ങോട്ട് പോരാൻ പറയാണ്. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അതെ മാമനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാറ് വന്നിരുന്നേ. ആ കാറിനകത്തുനിന്ന് ആദ്യം ഉദയഭാനു ഇറങ്ങി, പിന്നീട് ഉദയഭാനുവിന്റെ ഭാര്യ ഇറങ്ങുവാണ്. അതിനുശേഷം അവസാനമാണ് പെൺകുട്ടി ശ്രീദേവി ഇറങ്ങുന്നത്. അങ്ങനെ ഇവരെല്ലാം നോക്കി, ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മീനാക്ഷി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കാണുന്നത് ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ്. ശ്രീദേവിനെ കണ്ട് ഒരു നിമിഷം ഗോമതിയിൽ ചൂണ്ടിവിടുന്നു. ദേമേ, അതെ ആനന്ദന്റെ പെണ്ണ് വരുന്നുണ്ടെന്ന് പറയണം. ഒരു നിമിഷം ഗോമതി നോക്കി, ഒറ്റ നോടത്തന്നെ ഗോമതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. അങ്ങനെ നാണത്തോടുകൂടി അവളും കൂടെ നടന്നു വരുവാണ്. പെട്ടെന്ന് അനുശ്രീ എന്നിട്ട് ആനന്ദനെ വിളിച്ചിട്ട്, ആനന്ദന്റെ ഇങ്ങോട്ട് വാ എന്ന് പറയണേ. എന്താ? അതെ ഒരു സൂത്രം കാണിച്ചാരെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താന്ന് ചോദിക്കണേ. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് നിന്നിട്ട് നോക്കാൻ പറയാണ്. അങ്ങനെ ആനന്ദിനാണ് ആകെപ്പാട് ടെൻഷനോട് കൂടി ആനന്ദ് അങ്ങ് മുഖം എടുത്ത് നോക്കുക. അങ്ങനെ ശ്രീദേവിയുടെ മുഖത്തേക്ക് നോക്കിയത്. ശ്രീദേവി ആനന്ദിനെ നോക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആനന്ദ് ഏകദേശം പെൺകുട്ടീനെയൊക്കെ ഇഷ്ടപ്പെട്ടു, കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ എന്തോ മനസ്സിനകത്ത് വല്ലാത്തൊരു ചരടുവലി നടന്നുകൊണ്ടിരിക്കുക. ഈ കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് ആരോടും പറയാനും പറ്റില്ല. ഇനി എന്ത് കാരണം പറഞ്ഞ് ഇരുന്ന് ഒഴിവാക്കും? എന്തേലും പറഞ്ഞ് ഒഴിവാക്കിയേ മതിയുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ആനന്ദ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, അതേ ഇതെന്റെ മകള് ശ്രീദേവി, ഇനി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്റെ മകൻ ആനന്ദം പറഞ്ഞു. ആനന്ദിനെ കൂടെ അങ്ങ് നീക്കി നിർത്തുകയാണ്. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, നല്ല ഐശ്വര്യമുണ്ട് രണ്ടുപേരും കൂടെ നിൽക്കുന്നതാനായിട്ട്, നല്ല ഭംഗിയാന്ന് പറയാണ്. ഇത് ഈ ദേവിയുടെ നടയിൽ വെച്ച ആദ്യമായിട്ട് ഇവർ രണ്ടുപേരും കാണുന്നത്. അതുകൊണ്ട് എന്താണ് ഈ വിവാഹം ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയാം. ഈ സമയം ഉദയഭാനു ആനന്ദിന്റെ ഒരു ചല്ല, ആനന്ദിന് എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടോ ആനന്ദ് ഒന്നും മിണ്ടിയില്ല. ബാലൻ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇത് ശ്രീദേവിയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ട്, ആർക്കാ ഇഷ്ടപ്പെടാത്തെന്ന് ചോദിക്കുക. അത്ര നല്ല ഐശ്വര്യമുള്ള മുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ധർമ്മം പതുക്കിയൊന്ന് ആകാശിനെ ഒന്ന് നോക്കുകയാണ്. മീനാക്ഷിക്കും ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തെറ്റ് പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ല സൗന്ദര്യമുണ്ട്, കാണാനും ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത ഇതിലാണ്. പിന്നീട് ഉദയഭാനു തന്ന ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറയാണ്. അങ്ങനെ അവര് തൊഴുത് പ്രാർത്ഥിക്കുവാണ്. തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് വല്ല ഡിമാൻഡും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെ ഡിമാൻഡൊന്നുമില്ല, ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണ. ബാലനറിയാം ഇഷ്ടംപോലെ സ്വത്തല്ലേ ഉള്ളത്, പക്ഷെ ഇനിയിപ്പോൾ അതെല്ലാം രണ്ട് മക്കൾക്കല്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉദയഭാനു പറഞ്ഞു, എനിക്കുള്ള എന്താ എൻ്റെ രണ്ട് മക്കൾക്കും വേണ്ട, അതൊക്കെ പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ പിന്നെ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഫോണിൽ കൂടെ വിളിച്ച് പറയാം, എൻഗേജ്മെന്റ് കാര്യങ്ങളും എല്ലാം എന്നൊക്കെ പറയാണ്. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അത് മതി എന്ന് പറയാണ്. അങ്ങനെ അവര് സന്തോഷത്തോടെ പിരിയുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനിയാണ് ബാലനിട്ട് പണി കിട്ടാനായിട്ട് പോകുന്നത്. ആരിനെയൊക്കെ വെല്ലുവിളിച്ച് ബാലന് സ്വന്തം ഇഷ്ടപ്രകാരം പോയി ആലോചിച്ചിരിപ്പിച്ച പെൺകുട്ടിയാ. പക്ഷേ എങ്കിൽ അവസാനമാണ് ആ ബാലന് സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്, താൻ വലിയൊരു ചതിയിലാ പെട്ടുപോയെന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.